മൊഡ്യൂൾ 5 ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡൈവേർഷൻ ആൻഡ് സ്റ്റോറേജ് സിസ്റ്റത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയുണ്ടായി. ഈ ഒരു ലെക്ചർ പോർഷനിൽ നമ്മൾ റിസർവേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് റിസർവേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസർവേഴ്സ് ഉണ്ട്, ആൻഡ് ഒരു സ്റ്റോറേജ് റിസർവെയർ എടുത്താൽ അതിൻ്റെ പല ഘട്ടങ്ങൾ, പല സോൺസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനകത്ത് പഠിക്കുന്നത്. Now, what is a reservoir? Reservoir എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു ലാർജ് നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിനെ നമ്മളൊരു സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു റിസർവെയർ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് നോക്കിയേ. ഇറ്റ് ഈസ് an ഏരിയ ഡെവലപ്ഡ് ബൈ വാട്ടർ ബോഡി ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാം. ഇപ്പോൾ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാർജ് വാട്ടർ ബോഡി നമ്മൾ ഒരു ഡാം കെട്ടുന്നതിലൂടെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസർവെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് രണ്ട് റിസർവേഴ്സിന്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇത്രയും ഭാഗത്താണ് അല്ലേ നമ്മൾ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത്, ഇവിടെയും കാണാം. ആൻഡ് ഇവിടെ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയും ഭാഗത്ത് വാട്ടർ സ്റ്റോർ ചെയ്ത് നിർത്താൻ കഴിയുന്നു, ആ ടോട്ടൽ ആ ഒരു പോർഷനെ നമ്മൾ എന്തെന്ന് പറയുന്നു? റിസർവെയർ എന്ന് പറയുന്നു. ഓക്കെ, ഈ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റോറേജ് റിസർവെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന പേർപ്പസ് ഒക്കെ ഉണ്ട് അല്ലെ. ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ റിസർവെയർ ഉപയോഗിക്കുന്നു, ഫോർ വാട്ടർ സപ്ലൈ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ, നാവിഗേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട്, റിക്രിയേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ്, ആൻഡ് ഓൾസോ സോയിൽ കൺസർവേഷൻ. സോ ഇതെല്ലാം ഒരു സ്റ്റോറേജ് റിസർവെയർ സെർവ് ചെയ്യുന്ന പേർപ്പസ് ആണ്. ഇനി നമ്മൾ ഈ റിസർവെയർസ് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മേ ബി ദ സ്ട്രക്ചർ റിമൈൻസ് ദ സെയിം, പക്ഷെ അതിന് ഓരോരോ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഏതൊക്കെ രീതിയിലാണ് റിസർവെയറിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റോറേജ് റിസർവെയർസ്. അപ്പൊ സ്റ്റോറേജ് റിസർവെയർസ് എന്ന് പറയുമ്പം നമുക്കറിയാം അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്തുമായിരിക്കും? വാട്ടർ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പം വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസർവെയർസിനെ നമ്മൾ സ്റ്റോറേജ് റിസർവെയർസ് എന്ന് പറയുന്നു. ആൻഡ് ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് റെയിനി സീസണിൽ മാക്സിമം വാട്ടർ സ്റ്റോർ ചെയ്യുക. ആൻഡ് നമ്മുടെ ആ റിവർ ഫ്ലോ വളരെ കുറഞ്ഞു വരുമ്പോൾ, അതായത് ചൂടൊക്കെ ആവുന്ന ആ ടൈമിൽ എന്ത് ചെയ്യും? ഈ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ പതുക്കെ ഡൗൺ സ്ട്രീമിലോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ അപ്സ്ട്രീം സൈഡ്. റെയിനി ടൈമിൽ നമ്മളിവിടെ മാക്സിമം വാട്ടർ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് റിവർ ഫ്ലോ ഒക്കെ ഭയങ്കര ലോ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂട് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ലെവൽ കുറയും തോറും ഡൗൺ സ്ട്രീമിലേക്ക് ഗേറ്റ്സ് ഓപ്പൺ ചെയ്ത് ഇതിലൂടെ ഒഴുക്കി താഴോട്ട് ഡൗൺ സ്ട്രീമിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോറേജ് റിസർവെയർസ്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലഡ് കൺട്രോൾ റിസർവെയർസ് ആണ്. ഫ്ലഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ ഒരു മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അപ്സ്ട്രീമിലുള്ള വെള്ളം അത്രയും നമ്മൾ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലഡ് വാട്ടർ അത്രയും നമ്മൾ പിടിച്ചു നിർത്തി ഡൗൺ സ്ട്രീമിൽ ലോവർ ലൈങ് ഏരിയാസിലെല്ലാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാതിരിക്കും, ഫ്ലഡ് കാരണം ഉണ്ടാവുന്ന നാശങ്ങൾ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടുന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലഡ് കൺട്രോൾ റിസർവെയർസ് ഉപയോഗിക്കുന്നു. അപ്പൊ ഈ ഒരു ഫിഗറിനകത്ത് ഇതൊരു ഡാം സ്ട്രക്ചർ ആണ്. ഇവിടെ ഇത്രയും വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ആൻഡ് ഇത്രയും ഒരു ഹൈറ്റിൽ ഫ്ലഡ് കൺട്രോൾ, അതായത് ഫ്ലഡ് വാട്ടർ ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഈ സ്പിൽവേയുടെ ഗേറ്റ് ഒക്കെ ഷട്ടർ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, അതായത് അതിന്റെ ഹൈറ്റ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ ഫ്ലഡ് വാട്ടറും കൂടെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. അപ്പം ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് അതിന്റെ ഹൈറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു റിസർവെയറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് ഫ്ലഡ് വാട്ടറിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് കഴിയുന്നു. സോ ഇതാണ് ഫ്ലഡ് കൺട്രോൾ റിസർവെയർസ്. ഇനി തേർഡ് വൺ റീടാർഡിംഗ് റിസർവെയർസ് എന്ന് പറയും. അപ്പൊ ഈ റീടാർഡിംഗ് റിസർവെയർസിനകത്ത് സ്പിൽവേസും സ്ലൂയിസ് വേസും ഒക്കെ അൺഗേറ്റഡ് ആയിരിക്കും. അതായത് മൂടി വെച്ചിട്ടുണ്ടാകത്തില്ല, ഗേറ്റ് ഷട്ടേഴ്സ് ക്ലോസ് ചെയ്തില്ല, അതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. ഈ സ്പിൽവേസ് സ്ലൂയിസ് വേസ് എന്ന് പറയുന്ന ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ വേണമെങ്കിൽ നോക്കാം. അപ്പൊ ഇതിനകത്ത് സ്പിൽവേസും സ്ലൂയിസ് വേയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്പിൽവേ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഡാം കാണുവാണെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ വാട്ടർ ഫ്ലോ ചെയ്ത് പോകുന്നതായിട്ട് കാണാം അല്ലെ, ഓവർഫ്ലോ ചെയ്യുന്ന ആ ഒരു പാത്തിനാണ് നമ്മൾ സ്പിൽവേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ടോട്ടൽ ഹൈറ്റ്. ഓക്കെ, പിന്നെ
സ്ലൂയിസ് വേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ഏറ്റവും അടിയിലുള്ള വെള്ളം ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്ത് റിസർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളം അടിയിൽ ഡെപ്തിലൊക്കെ പോവുകയാണെങ്കിൽ അത് ഭയങ്കര ചെളിവെള്ളമായിരിക്കും. കാരണം അത്രയും സിൽറ്റ് ക്യാരി ചെയ്ത് കൊണ്ടുവരുമായിരിക്കും അല്ലേ. അപ്പൊ ഈ ഒഴുകിക്കൊണ്ട് വരുന്ന സിൽറ്റ് അല്ലെങ്കിൽ സിൽറ്റ് അക്യുമുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഡാമിന്റെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിലായിട്ട് കൊടുക്കുന്ന ഓപ്പണിങ്സിനെയാണ് നമ്മൾ സ്ലൂയിസ് വേ എന്ന് പറയുന്നത്. അപ്പം ആ ചെളിവെള്ളം എല്ലാം കൂടി ഈ സ്ലൂയിസ് വേ ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ഇതിനകത്തൂടെ അങ്ങ് വെളിയിലേക്ക് ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകിപ്പോവും. ഞാൻ മറ്റൊരു ഫിഗറും കൂടെ കാണിക്കാം. ഈ കാണുന്ന ഫിഗറിൽ ആ സിൽറ്റ് അല്ലെങ്കിൽ സെഡിമെന്റ്സ് എല്ലാം കൂടെ ഫ്ലഷ് ചെയ്ത് റിവറിന്റെ ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുക്കി വിടുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? സ്ലൂയിസ് വേ എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പൊ സ്പിൽവേ എന്ന് പറയുന്നത് ആ ഒരു മാക്സിമം വാട്ടറിനെ, സർപ്ലസ് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് നിർത്തുന്ന ആ ഒരു പോർഷൻ ആണ്. അതിന്റെ ഹൈറ്റിൽ കൂടാണ് അല്ലെങ്കിൽ മുകൾ വശത്തൂടാണ് വെള്ളം ഓവർഫ്ലോ ചെയ്തു പോകുന്നത്. സ്ലൂയിസ് വേ സെഡിമെന്റ് പുറത്തേക്ക്, അക്യുമുലേറ്റഡ് സെഡിമെന്റ്സ് വെളിയിലോട്ട് ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേ ആണ്. ഓക്കെ, അപ്പോൾ ഒരു റീറ്റെയിനിങ് റിസർവെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് സ്പിൽവേയും അതുപോലെ തന്നെ സ്ലൂയിസ് വേയും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെവൽ വരെയൊക്കെ അതിന് ഫ്ലഡ് വാട്ടറിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. ആ ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ സ്ലൂയിസ് വേയും സ്പിൽ വേയും ഒക്കെ ഓപ്പൺ ആയിരിക്കും. അതിലൂടെ വരുന്ന വെള്ളമെല്ലാം ഒഴുകി പോകുന്നു. അപ്പോൾ ഒരു ചെറിയ ഹൈറ്റിൽ നമുക്ക് ആ ഫ്ലഡ് വാട്ടറിനെ പിടിച്ചു നിർത്തുന്നു, സ്റ്റോർ ചെയ്ത് നിർത്തുന്നു. ഒരു ചെറിയ ഹൈറ്റിൽ നമ്മൾ സ്റ്റോറേജ് റിസർവറിന്റെ കാര്യം പറഞ്ഞു, അത്ര വലിയ എമൗണ്ട് ഒന്നും സ്റ്റോർ ചെയ്ത് നിർത്തത്തില്ലെങ്കിലും ആ ഒരു ചെറിയ ഹൈറ്റ് വരെ. ഇപ്പൊ ഇവിടെ സ്ലൂയിസ് വേ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു ഡെപ്തിൽ നമുക്ക് വാട്ടറിനെ പിടിച്ചു നിർത്തി ബാക്കിയുള്ളത് വരുന്നതനുസരിച്ച് ഗേറ്റ്സ് ക്ലോസ്ഡ് ആയിരിക്കത്തില്ല. അപ്പൊ അതിലൂടെ ഇറങ്ങി ഡൗൺ സ്ട്രീമിലോട്ട് ഒഴുകി പോകുന്നു. ഓക്കെ, ഇനി അടുത്തത് ഡിറ്റൻഷൻ റിസർവേഴ്സ് എന്ന് പറയും. ഈ ഒരു ടൈപ്പ് നമ്മുടെ സ്റ്റോറേജ് റിസർവെയർ പോലെ തന്നെയാണ്. അതായത് ഫ്ലഡ് വാട്ടറിനെ ഒരു പരിധി വരെ സ്റ്റോർ ചെയ്ത് നിർത്താനായിട്ട്, എക്സസ് ആയിട്ടുള്ള വാട്ടറിനെ സ്റ്റോർ ചെയ്ത് നിർത്തുകയും ഫ്ലഡിന്റെ ടൈം കഴിയുമ്പോഴത്തേന് അത് പതുക്കെ ഡൗൺ സ്ട്രീമിലോട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇതിനും വളരെ വലിയ ഗേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിൽ വേസും സ്ലൂയിസ് വേസും ഒക്കെ ഈ ഒരു ഡിറ്റൻഷൻ റിസർവേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ടൈം ഒക്കെ ആണെങ്കിൽ, ഫ്ലഡ് വാട്ടർ സ്റ്റോർ ചെയ്യേണ്ട ടൈം ഒക്കെ ആണെങ്കിൽ ഈ സ്പിൽ വേസും സ്ലൂയിസ് വേസും ഒക്കെ ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു വരൾച്ചയൊക്കെ വരുമ്പോഴത്തേന് പതുക്കെ ഈ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് വാട്ടറിനെ ഒഴുക്കി വിടുന്നു. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ റിസർവേഴ്സ്. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ റിസർവേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്മോൾ സ്റ്റോറേജ് റിസർവെയർ ആണ്. ആൻഡ് ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി ഡിസ്ട്രിബ്യൂഷൻ റിസർവെയർ. നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ റിസർവേഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇറിഗേഷന്റെ 3rd മോഡ്യൂളിലും പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു റിസർവെയറിൽ നിന്നാണ് നമ്മൾ ഫീൽഡിലോട്ട് വെള്ളം കൊണ്ടുപോകുന്നത്. ഓക്കെ, അതായത് പമ്പ് വഴി ഓപ്പറേറ്റ് ചെയ്ത് ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റിസർവേഴ്സിന്റെ ഹെൽപ്പോട് കൂടെയാണ്. അപ്പൊ ഇതും വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പതുക്കെ റിലീസ് ചെയ്ത് വാട്ടർ വേണ്ടുന്നിടത്തോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ കാണുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ റിസർവെയർ ആണ്. ഇനി മൾട്ടിപർപ്പസ് റിസർവേഴ്സ്. അപ്പം ഒന്നിൽ കൂടുതൽ പേർപ്പസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ചിലതിനെ സ്റ്റോർ ചെയ്യാനും ഫ്ലഡ് കൺട്രോളിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള കഴിവുകൾ ഉണ്ടാവും. സോ അതെല്ലാം കൂടി ചേരുവാണെന്നുണ്ടെങ്കിൽ മൾട്ടിപർപ്പസ് റിസർവേഴ്സ് എന്ന് പറയുന്നു. ചിലത് സ്റ്റോർ ചെയ്യുക മാത്രമായിരിക്കും, ചിലത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അപ്പം 2 പേർപ്പസ് ആണെങ്കിൽ മൾട്ടിപർപ്പസ് റിസർവേഴ്സ്. ഇനി ലാസ്റ്റ് വൺ ബാലൻസിങ് റിസർവേഴ്സ്. അപ്പൊ ഈ ബാലൻസിങ് റിസർവേഴ്സ് എന്ന് പറയുന്നത് ചെറിയ റിസർവെയർ ആണ്. അതായത് നമ്മുടെ മെയിൻ റിസർവെയറിന്റെ താഴെ ഡൗൺ സ്ട്രീം പോർഷനിലോട്ട് വെള്ളം എക്സസ് വാട്ടർ ഒഴുകി പോകുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിനെ റിലീസ് ചെയ്യുമല്ലോ. അപ്പൊ ഡൗൺ സ്ട്രീമിലോട്ട് ശക്തമായിട്ട് ഒഴുകുന്ന വെള്ളത്തിനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാലൻസിങ് റിസർവേഴ്സ് കൊടുക്കുന്നത്. അപ്പം മെയിൻ റിസർവെയറിനകത്ത് വെള്ളം ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ സ്ട്രീമിലോട്ട് അതിനെ ഫ്ലോ ചെയ്യാനായിട്ട് വിടുന്നു. ആൻഡ് ഡൗൺ സ്ട്രീമിലോട്ട് ഫ്ലോ ചെയ്യുന്ന വെള്ളം വീണ്ടും നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് എക്സസ് വെള്ളം താഴോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബാലൻസിങ് റിസർവേഴ്സ് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്ത് താഴോട്ടേക്ക് ഡൗൺ സ്ട്രീമിലേക്ക് അയക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് റിസർവേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻസ്.
ഇനി അടുത്ത് നമുക്ക് ഒരു സ്റ്റോറേജ് റിസർവെയറിന്റെ പല സോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിക്കേണ്ട ഫിഗർ ആണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ഒരു ഡാം സ്ട്രക്ചർ ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ഫ്ലോയിങ് റിവർ നിങ്ങൾക്ക് കാണാം. ഈ ഡാമിന്റെ സ്പിൽവേ കൂടെ ഓവർഫ്ലോ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇവിടാണ് ഈ സ്പിൽവേ എന്ന് പറയുന്നത്. സ്പിൽവേക്ക് ചിലപ്പം നമ്മളിപ്പം ആ ഡാമിന് കൊടുക്കുന്ന ഹൈറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ എക്സ്റ്റൻഷനും കൂടെ മുകളിലേക്ക് കൊടുക്കാം. നമ്മൾ ഫ്ലഡ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മളൊരു ഗേറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ മുകളിലേക്ക് ഒരു എക്സ്റ്റൻഷനും കൂടെ കൊടുക്കാം. സോ ആ ഒരു ടേണിനാണ് എന്താ സ്പിൽവേ ക്രസ്റ്റ് എന്നിവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്ലൂയിസ് വേ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു പാത്ത് കാണിച്ചിട്ടുണ്ട് ഡോട്ടഡ് ലൈനിൽ. സോ എക്സസ് ആയിട്ടുള്ള ഈ ഇവിടെ കിടക്കുന്ന സെഡിമെന്റ്സ് എല്ലാം കൂടെ ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സ്ലൂയിസ് വേ. അപ്പൊ ഇവിടെ ഒരു ഡാം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് ഈ കാണുന്നത് ഇവിടെ ഒരു റിവർ ഉണ്ട് ആൻഡ് ആ റിവറിന്റെ ഒരു സ്ട്രീം ബെഡ്, ഒരു സ്ട്രീമാണ്, സ്ട്രീം ബെഡ് കാണിച്ചിട്ടുണ്ട്. അത് സ്ലൈറ്റ്ലി എന്താ സ്ലോപ്പി ആണ്, കാരണം മാക്സിമം വാട്ടർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇടത്തായിരിക്കും യൂഷ്വലി ഡാം സ്ട്രക്ചർ കെട്ടാറുള്ളത്. ഈ ഫിഗർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിന്റെ സോൺസ് നോക്കാം. ഓക്കെ, ഇപ്പൊ ഡാം, സ്ലൂയിസ് വേ, സ്പിൽവേയുടെ ക്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, സ്ട്രീം ബെഡ് കാണിച്ചിട്ടുണ്ട്, വാലി, ആ ഒരു സൈഡ് സോയിലൊക്കെ കാണുമല്ലോ, ഇതിലേക്കൂടാണോ സ്ട്രീം ഒഴുകി പോകുന്നത്, സോ ആ വാലിയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ടേംസും കൂടെ ഉണ്ട്. ആ ടേംസ് ഒക്കെയാണ് നമ്മൾ ഈ സോൺസിനകത്ത് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഏതൊക്കെ ടേംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഫുൾ റിസർവെയർ ലെവൽ, FRL എന്ന് പറയും. പിന്നെ മാക്സിമം വാട്ടർ ലെവൽ, MWL. മിനിമം പൂൾ ലെവൽ, ലൈവ് അല്ലെങ്കിൽ യൂസ്ഫുൾ സ്റ്റോറേജ്, ഡെഡ് സ്റ്റോറേജ്, ബാങ്ക് സ്റ്റോറേജ്, പിന്നെ വാലി സ്റ്റോറേജ്, ലാസ്റ്റ് ഫ്ലഡ് അല്ലെങ്കിൽ സർചാർജ് സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫിഗറിനകത്ത് നോക്കാൻ പോകുന്നത്. ഇനി ഈ ഫിഗർ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക, ഞാൻ ഓരോ ടേംസും പറയുമ്പോൾ. ആദ്യം നമ്മൾ നോക്കുന്ന ടേം ഫുൾ റിസർവെയർ ലെവലാണ്, അതായത് FRL. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നോർമൽ പൂൾ ലെവൽ എന്ന് പറഞ്ഞൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ആ ഒരു ലെവലാണ് നമ്മുടെ ഫുൾ റിസർവെയർ ലെവൽ എന്ന് പറയാം. അതായത് ഒരു നോർമൽ ഓപ്പറേഷൻ കണ്ടീഷനിൽ ആ ലെവൽ അല്ലെങ്കിൽ വാട്ടറിന്റെ ലെവൽ എത്ര ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നു അതിനെ നമ്മൾ ഫുൾ റിസർവെയർ ലെവൽ എന്ന് പറയുന്നു. അതല്ലെങ്കിൽ പിന്നെ ഈ ഡാമിന്റെ സ്പിൽവേയുടെ ക്രസ്റ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, ആ ക്രസ്റ്റിനോട് സമമായിട്ട് ആ ഒരു ഹൈറ്റിൽ ഉയരുന്ന വാട്ടർ ലെവലിനെയാണ് നമ്മൾ ഫുൾ റിസർവെയർ ലെവൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് മാക്സിമം വാട്ടർ ലെവൽ ആണ്. ഓക്കെ, മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ പൂൾ ലെവൽ ഡ്യൂറിങ് ഡിസൈൻ ഫ്ലഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഹൈറ്റ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബക്കറ്റിൽ വെള്ളം പിടിക്കുകയാണ് അല്ലെ, അത് ഫുൾ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ആവുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ വീണ്ടും ഒരു ചെറിയ ഹൈറ്റും കൂടെ അത് പൊങ്ങി ഒഴുകുന്നുണ്ട് അല്ലെ. അപ്പോൾ ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡാമും ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ലെവലും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചേ, രണ്ടും തമ്മിൽ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് കാണും. ബക്കറ്റ് ഫുൾ ആവുമ്പോഴും ബക്കറ്റ് ഓവർഫ്ലോ ചെയ്യുമ്പോഴും ഹൈറ്റ് ഡിഫറൻസ് ചെറുതായിട്ടൊരു ഡിഫറൻസ് കാണും, ചെറിയ ഹൈറ്റ് ഡിഫറൻസ്. സോ അതിനാണ് ആ ഒരു അതായത് ഓവർഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു റിസർവെയറിന്റെ വാട്ടർ ലെവൽ ഹൈറ്റിനെയാണ് നമ്മൾ പൂൾ ലെവൽ എന്ന് അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, പൂൾ ലെവൽ ഡ്യൂറിങ് ഡിസൈൻ ഫ്ലഡ്. അപ്പോൾ ഇതിന് മുകളിലൂടെ ഓവർഫ്ലോ ചെയ്യുന്ന ആ ഒരു ഹൈറ്റിനെയാണ്, അത്രയും ലെവലാണ് നമ്മളുടെ പൂൾ ലെവൽ ഡ്യൂറിങ് ഡിസൈൻ ഫ്ലഡ് അല്ലെങ്കിൽ മാക്സിമം വാട്ടർ ലെവൽ. അപ്പൊ ശരിക്കും ഈ റിസർവെയർ ഫുൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രസ്റ്റിന്റെ ലെവലിലായിരിക്കും വെള്ളം നിൽക്കുന്നത്. ആൻഡ് മാക്സിമം എന്ന് പറയുന്നത് ഓവർഫ്ലോയും കൂടെ ചേരുന്ന ആ ഒരു ഹൈറ്റിനാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടേം നമ്മൾ നോക്കുന്നത് മിനിമം പൂൾ ലെവൽ. ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈൻ വരച്ചേക്കുന്നതായിട്ട് കാണാം. സോ ഒരു ഡ്രൈ സീസൺ ഒക്കെ വരുമ്പോഴത്തേന് ഇതിനകത്ത് വാട്ടർ ഒക്കെ വറ്റി ഒരു ഏറ്റവും മിനിമം ആയിട്ട് എത്ര ലെവലിൽ വാട്ടർ നിൽക്കുന്നു ആ ഒരു ലെവലിനെയാണ് നമ്മൾ മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. അതിന്റെ താഴോട്ട് ഉള്ള ഭാഗത്ത് ഫുൾ എന്തായിരിക്കും, സെഡിമെന്റ്സ് അല്ലെങ്കിൽ സിൽറ്റ് ആയിരിക്കും. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്ത സിൽറ്റ് ആയിരിക്കും. അതെല്ലാം കൂടാണ് നമ്മൾ കണ്ട ഈ ഒരു മിനിമം പൂൾ ലെവലിന്റെ നേർക്കാണ് സ്ലൂയിസ് വേ ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം എല്ലാം കൂടെ സ്ലൂയിസ് വേയിലൂടെ, അതായത് തെളിവെള്ളമായിരിക്കും, അതെല്ലാം കൂടെ സ്ലൂയിസ് വേയിലൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പൊ മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് ദാറ്റ് റിസർവെയർ ആണ്. ഓക്കെ, വാട്ടർ അത്രയും വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എത്രയും മിനിമം ആയിട്ട് വെള്ളം ഉണ്ടോ അതിനെയാണ് നമ്മൾ മിനിമം പൂൾ ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം ലൈവ്
അല്ലെങ്കിൽ യൂസ്ഫുൾ സ്റ്റോറേജ്. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ നോർമൽ പൂൾ ലെവൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ, പിന്നെ മിനിമം പൂൾ ലെവൽ പഠിച്ചതാണ്. ഇതിനിടയ്ക്കുള്ള ഇത്രയും വാട്ടർ കണ്ടന്റിനെ, ആ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിനെയാണ് നമ്മൾ യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈവ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും വാട്ടറാണ് നമ്മൾ ഈ ഡൗൺ സ്ട്രീമിലോട്ട് പല പേർപ്പസിന് വേണ്ടിയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളം, ഇറിഗേഷന് വേണ്ടിയിട്ടും ബാക്കി എന്ത് നീഡ്സ് ഉണ്ടെങ്കിലും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാമിൽ അല്ലെങ്കിൽ റിസർവെയറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിനെയാണ് നമ്മൾ ആ യൂസ്ഫുൾ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. അപ്പൊ അത് മിനിമം പൂൾ ലെവലിനും നോർമൽ പൂൾ ലെവലിനും അല്ലെങ്കിൽ ഫുൾ റിസർവെയർ ലെവലിന്റെയും ഇടയ്ക്കുള്ള വാട്ടർ കണ്ടന്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ടേം ഡെഡ് സ്റ്റോറേജ്. ഡെഡ് സ്റ്റോറേജ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ മിനിമം പൂൾ ലെവൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ മിനിമം പൂൾ ലെവലിന്റെ താഴോട്ടുള്ള സ്റ്റോറേജ്, അത് മൊത്തം ചെളിവെള്ളമായിരിക്കും. ആ ഒരു സ്റ്റോറേജിനെയാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗങ്ങളില്ല, നമുക്കൊരു പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല, അഴുക്ക് വെള്ളമായിരിക്കും. സോ അതിനെ നമ്മൾ ഡെഡ് സ്റ്റോറേജ് എന്ന് പറയുന്നു. അപ്പൊ ശരിക്കും ഇതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഇക്വാലന്റ് ടു വോളിയം ഓഫ് സെഡിമെന്റ്. എത്ര സെഡിമെന്റ് നമ്മുടെ ഇവിടെ നമ്മുടെ ആ ഒരു റിവറിൽ നിന്ന് വന്ന് ഡിപ്പോസിറ്റ് ആകുന്നു, ആ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഡെഡ് സ്റ്റോറേജിന് ഹൈറ്റ് കൊടുക്കുന്നത്. അതായത് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിവർ എത്രയും ഡിപ്പോസിറ്റ് ചെയ്യും, എത്ര സിൽറ്റ് ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ടോ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഡെഡ് സ്റ്റോറേജിന് ഓരോ ഡാമിലും ഡെഡ് സ്റ്റോറേജിന്റെ ഹൈറ്റ് കൊടുക്കുന്നത്. ഓക്കെ, നല്ല ചെളിയൊക്കെ ക്യാരി ചെയ്യുന്ന ഒഴുക്കിക്കൊണ്ട് വരുവാന്നുണ്ടെങ്കിൽ ഡെഡ് സ്റ്റോറേജിന്റെ ആ ഒരു ഹൈറ്റ് കൂട്ടിക്കൊടുക്കും. അപ്പോൾ ഇതാണ് ഡെഡ് സ്റ്റോറേജ്. ഇനി അടുത്തൊരു 2 ടേമും കൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ബാങ്ക് സ്റ്റോറേജ് എന്ന് പറയും, പിന്നെ വാലി സ്റ്റോറേജ് എന്ന് പറയും. ഇത് രണ്ടും ഇതിനകത്ത് വാലി സ്റ്റോറേജിനകത്ത് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ടേം, നമ്മളിപ്പോ ഒരു റിവർ എടുക്കുവാണെങ്കിൽ ഈ ഫ്ലോയിങ് റിവറിന്റെ എംബാങ്ക്മെന്റ് കാണുമല്ലോ, സൈഡിൽ മൊത്തം സോയിൽ ആയിരിക്കുമല്ലോ. ഈ സോയിലിൽ നിറയെ വോയിഡ്സ് കാണും. അപ്പൊ നിങ്ങൾക്കറിയാം, ആ പുഴ അല്ലെങ്കിൽ ആ ഒരു റിവർ ഒഴുകുന്നത് കാരണം ഈ സൈഡുകളിലുള്ള സോയിൽ മൊത്തം അല്ലെങ്കിൽ സോയിലുള്ള വോയിഡ്സ് മൊത്തം വാട്ടർ കൊണ്ട് ഫില്ലായിരിക്കും അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിലും നല്ലൊരു എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഈ റിവറിന്റെ വാട്ടർ ലെവൽ കുറയും തോറും, അല്ലെങ്കിൽ ഒരു ഡെഡ് സ്റ്റോറേജിലോട്ടൊക്കെ മിനിമം പൂൾ ലെവലിലോട്ടൊക്കെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സൈഡിലുള്ള മണ്ണിൽ റിച്ച് ആയിട്ട് നിൽക്കുന്ന വാട്ടർ എല്ലാം കൂടെ സീപ്പേജ് കാരണം ഈ പൂളിനുള്ളിലേക്ക് കടക്കുന്നു, റിസർവെയറിനുള്ളിലോട്ട് കടക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് സ്റ്റോറേജിനകത്ത് അടങ്ങിയിരിക്കുന്ന അത്രയും വെള്ളവും ഈ റിവറിന്റെ വാട്ടറിൽ അല്ലെങ്കിൽ റിവറിന്റെ ആ സ്റ്റോറേജിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാട്ടറാണ്. ഓക്കെ, ഒരു മിനിമം പൂൾ ലെവലിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കിന് റിസർവെയർ കപ്പാസിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ബാങ്ക് സ്റ്റോറേജിലെ സീപ്പേജ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ബാങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത്, റിവറിന്റെ ബാങ്ക്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, പിന്നെ ഒരു ടേമും കൂടെ ഉണ്ട്, വാലി സ്റ്റോറേജ്. ഈ വാലി സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഒരു വാലിയിൽ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിന് എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഹെൽഡ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതിനെയാണ് നമ്മൾ വാലി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഓർത്താൽ മതി, എത്ര ആഴത്തിലാണ് ആ റിവർ ഒഴുകുന്നത്. ഇപ്പൊ നമ്മളൊരു ഈ റിവറിന്റെ ക്രോസ് സെക്ഷൻ ഒക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വാലി സ്റ്റോറേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ടേമും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫ്ലഡ് അല്ലെങ്കിൽ സർചാർജ് സ്റ്റോറേജ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സർചാർജ് സ്റ്റോറേജ്. അപ്പൊ ഈ സർചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോർമൽ പൂൾ ലെവൽ എന്താണെന്ന് പഠിച്ചല്ലോ, അതായത് ഫുൾ റിസർവെയർ ലെവൽ എന്താണെന്ന് നമുക്കറിയാം. അതുകൂടാതെ മാക്സിമം വാട്ടർ ലെവൽ അല്ലെങ്കിൽ പൂൾ ലെവൽ ഡ്യൂറിങ് ഡിസൈൻ ഫ്ലഡ് നമുക്കറിയാം എത്രയും ഹൈറ്റ് ആണെന്നുള്ളത്. ഈ ഒരു ഹൈറ്റ് ഡിഫറൻസിനെയാണ് നമ്മൾ സർചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ബക്കറ്റ് ഫുൾ ആയിട്ടുള്ള അവസ്ഥയും ഓവർഫ്ലോ ചെയ്യുന്ന അവസ്ഥയും ഇമാജിൻ ചെയ്യുക. അതിനിടയ്ക്കുള്ള ആ ഒരു എത്ര എമൗണ്ട് ഓഫ് വാട്ടറും കൂടെ എടുത്താണ് ഇത് ഓവർഫ്ലോ ചെയ്യുന്നത്, ആ എമൗണ്ടിനെയാണ് നമ്മൾ സർചാർജ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ശരിക്കും ഡാമിന്റെ ക്രസ്റ്റ് വരെയുള്ള ഹൈറ്റും ഓവർഫ്ലോ ചെയ്യുന്ന ആ ഒരു ഹൈറ്റിന്റെയും കൂടെ ഡിഫറൻസ് ആണ് സർചാർജ് സ്റ്റോറേജ്. ഓക്കെ, ഇത്രയും ടേംസ് ആണ് ഈ സോൺസ് ഓഫ് സ്റ്റോറേജിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ആ ടേംസ് എല്ലാം തന്നെ എന്താണെന്ന് മനസ്സിലാക്കി ക്ലിയർ ആയി പഠിക്കുക. ആൻഡ് ഓൾസോ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.